നമസ്കാരം. ഹോശാന ഞായറാഴ്ച. കുട്ടികൾ കൈകൾ നിറയെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും ഇലകളുമായാണ് പള്ളിയിൽ വരുന്നത്. ആ ദിവസത്തെ ആരാധനാവേളയിൽ ഈ പൂക്കൾ മേലോട്ടെറിഞ്ഞ് അവർ ആഹ്ലാദിക്കുന്നു. ആരാധനാ മധ്യേ വാഴ്ത്തുന്ന കുരുത്തോലയുമായി നീങ്ങുന്ന വിശ്വാസ സമൂഹവും ഈ ദിവസത്തെ മനോഹരമായ കാഴ്ചകളിലൊന്നാണ്. മശിഹായെക്കുറിച്ചുള്ള വലിയൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടിയായിരുന്നു അത്. യെരുശലേമിലേക്കുള്ള യേശുവിന്റെ ജൈത്രയാത്ര വാസ്തവത്തിൽ ഒരു ഹാസ്യാനുകരണം കൂടിയാണ്. സങ്കീർത്തനം 8:2. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശാന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചു. എല്ലാവരും നിസാര മൃഗമായി കരുതുകയും അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്ന കഴുതയുടെ മേൽ കയറി സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ ഒരു ഗലീലക്കാരൻ യുവാവ് കാട്ടുകമ്പുകൾ പിടിച്ച ദുർബലരായ കൊച്ചുകുട്ടികളുടെ ആർപ്പോടെ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. താരതമ്യം ചെയ്താൽ ഇത് ചിരിയുയർത്തുന്ന സംഭവമാണ്, പരിഹാസ്യമാണ്. എന്നാൽ ഈ ഹാസ്യാനുകരണത്തിൽ ഉജ്ജ്വലമായ പ്രവാചക ധ്വനിയുണ്ടായിരുന്നു. മനുഷ്യപുത്രനായ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അതിനെ അശുദ്ധമാക്കിയിരുന്ന കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും പ്രവാചക വീര്യത്തോടെ അടിച്ചു പുറത്താക്കി. യെരുശലേം നഗരത്തിലും ദേവാലയത്തിലും യാതൊരു അധികാരവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് അത് ചെയ്തത്. കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ ദൈവഭവനത്തെ വീണ്ടും സകല ജാതികൾ പ്രാർത്ഥനാലയമായി പ്രഖ്യാപിച്ച് അതിൻ്റെ ആദിമ വിശുദ്ധിയിൽ അതിനെ കൊണ്ടുവന്നത് മഹത്തായ പ്രവാചക ധർമ്മമായിരുന്നു. ഈ ലോകത്തെക്കുറിച്ചും ഒരു പുതിയ ജീവിതക്രമത്തെക്കുറിച്ചുമുള്ള നവദർശനം മുളയെടുക്കുന്നത് അതിന് തീരെ സാധ്യതയില്ലാത്ത ഒരിടത്താണ് എന്നത് വൈരുദ്ധ്യമായി തോന്നാം. നോമ്പുകാല പ്രാർത്ഥനകളിൽ നാം വാഴ്ത്തുന്ന നായകന്മാരെല്ലാം മരുഭൂമിയുമായോ അല്ലെങ്കിൽ ജീവിത മരുഭൂമിയുടെ അനുഭവങ്ങളുമായോ ബന്ധമുള്ളവരത്രേ. വലിയ നോമ്പെന്ന ഈ ഊഷരഭൂമി ജീവന്റെ മുള പൊട്ടുന്ന ഫലഭൂയിഷ്ടമായ വിളനിലമായി തീരുന്നു. ഡോക്ടർ KM ജോർജച്ചന്റെ നോമ്പൊരു തീർത്ഥാടനം എന്ന കൃതി ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണവിസ്മയം തീർക്കുന്ന പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് നോമ്പിന്റെ ആത്മാവിലേക്ക് അനുവാചകനെ വിളിച്ചുണർത്തുന്ന ധ്യാനചിന്തകളാണ്. പൗരസ്ത്യ ആരാധനയുമായി സൂക്ഷ്മബന്ധമുള്ള ഈ 50 ദിന ധ്യാനങ്ങളിൽ നോമ്പനുഷ്ഠാനങ്ങൾ പുതിയ അർത്ഥവിധാനങ്ങളോടെ ഉയർത്തെഴുന്നേൽക്കുന്നു. കാവ്യാത്മകമായ രചനയിൽ പ്രകൃതിയുടെ സംഗീതവും മാലാഖമാരുടെ ചിറകടിയും സമന്വയിക്കുകയാണ്. ഈ നോമ്പുകാലം വായനയുടെ ഒരു തീർത്ഥാടന അനുഭവമായി പരിണമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.